ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു റൈസാണ് ഇത്. 3-4 ടൈപ്പ് റൈസ് ഉണ്ടാക്കുന്നതിൽ ഫസ്റ്റ് വണ്ണാണ് ഇത്. അപ്പം ഞാനിതൊരു സീരീസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു പാൻ ചൂടായതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തതാണേ. സവാളയിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിരുമ്മി ഒന്ന് വെക്കണം. അങ്ങനെ എടുത്തിട്ടുള്ള സവാളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് അത് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഇതുപോലെ ഈ പാനിൻ്റെ സൈഡിലേക്ക് തന്നെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കണം. അതേ നെയ്യിലേക്ക് തന്നെ ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി, ഒരുപാട് കുക്കാവണ്ട. ക്യാരറ്റും ചെറുതായിട്ടൊന്ന് കളർ മാറി വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാനിൻ്റെ സൈഡിലേക്ക് ഇതിനെയും കൂടി ഒന്ന് നീക്കി വെച്ച് കൊടുക്കാം. ഇനി ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് 2 കോഴിമുട്ടയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. വേറെ സ്പൈസസ് ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും മാത്രം എരിവാണ് നമ്മുടെ റൈസിനുള്ളത്. മുട്ട നല്ലോണം ഒന്ന് ചിക്കി എടുക്കുക കേട്ടോ. ഞാനിവിടെ 1 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് മുട്ട 2 എണ്ണം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുക. റൈസ് കൂടുതൽ എടുക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് മുട്ടയും കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചൊന്നാക്കിയെടുക്കണം. ഉള്ളിയും ക്യാരറ്റും മുട്ടയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഞാൻ 1 കപ്പ് അളവിന് ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന സാധാ കുത്തരിച്ചോറാണെങ്കിലും അല്ലെങ്കിൽ വെള്ളേരി ആണെങ്കിലും ഏത് വേണമെങ്കിലും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി റൈസും മുട്ടയും സവാളയും ക്യാരറ്റും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഇനി എരിവിന് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഈ ഒരു ടൈമിൽ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ടൈമിൽ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് ടോപ്പിൽ കുറച്ച് പുതിനയിലയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്ത സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് എഗ് റൈസ് ആണ്. ഒരുപാട് സ്പൈസസിൻ്റെ ഒരു കുത്തലൊന്നും ഇല്ലാത്തത് കാരണം കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.